മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം തുടരുകയാണ്. വഖഫ് ഭൂമി തന്നെയാണെന്നാണ് വഖഫ് ബോർഡ് നിലപാട്. ഇഷ്ടദാനമായതിനാൽ വഖഫ് ഭൂമി അല്ലെന്നാണ് ഫറൂഖ് കോളേജ് വാദിച്ചത്. തങ്ങളുടെ ഭൂമിയിൽ മറ്റാർക്കും അധികാരമില്ലെന്ന ഉറച്ച നിലപാടിലാണ് മുനമ്പം നിവാസികൾ. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിസ്ന, വളരെ നിർണായകമായ ഒരു തീരുമാനമായിരിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഫറൂഖ് കോളേജിന്റെ വാദങ്ങൾ? മറ്റ് വിശദാംശങ്ങളും കൂടി. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ട്രൈബ്യൂണലിൽ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായും ഇന്ന് നടക്കാൻ പോകുന്ന വാദം എന്ന് പറയുന്നത് ഈ വഖഫുമായി ബന്ധപ്പെട്ട് മുൻപേ വന്ന കോടതി വിധികളുമായി ബന്ധപ്പെട്ട വാദമായിരിക്കും ഉണ്ടാവുക എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ കോടതിയിലൊക്കെ വന്നിട്ടുള്ള വാദഗതികൾ മുൻനിർത്തിയായിരിക്കും ഇന്ന് ഈ ട്രൈബ്യൂണലിൽ ഇത് സംബന്ധിച്ച വാദം ഉണ്ടാവുക എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഇതിന്റെ ആധാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാദമാണ് നടന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഫറൂഖ് കോളേജും മുനമ്പം ജനതയും ഒക്കെ തന്നെയും ഇത് വഖഫ് ഭൂമി അല്ല എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അതായത് ക്രയവിക്രയം നടത്തിയ ഭൂമിയാണ്, അതൊരു മതസ്ഥാപനത്തിന്റെയോ മറ്റ് അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് തന്നെ ആ ഭൂമി തങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു കാര്യം തന്നെയാണ് ഈ ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വഖഫ് ഭൂമിയാണ് എന്ന് തന്നെയാണ് എതിർകക്ഷികൾ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, അവർ ആധാരത്തിൽ ദൈവനാമത്തിലാണ് ഇത് എഴുതി കൊടുത്തത് എന്നൊരു കാര്യമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് വഖഫ് ഭൂമിയാണെന്നൊരു കാര്യം പറയുന്നത്. എന്നാൽ ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകൻ മുൻനിർത്തി പറഞ്ഞിരിക്കുന്നത് ഇത് ക്രയവിക്രയം നടത്തിയ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഫറൂഖ് കോളേജിന് അതിൽ പൂർണ്ണമായ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഉടമയ്ക്ക് അത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു കാര്യം തന്നെയാണ് ഈ ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകൻ പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ ആധാരം മുൻനിർത്തിയുള്ള വാദഗതിയാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വഖഫുമായി ബന്ധപ്പെട്ട് കോടതി വിധികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാദമാണ് വഖഫ് ട്രൈബ്യൂണലിൽ അല്പസമയത്തിനകം നടക്കുക. ദേവിക.